നമസ്കാരം, ഞാൻ കീർത്തിരാജ് കിരിയടുത്തുമന. നമ്പൂതിരി ബിസിനസ്സിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആൾ ആമ്പല്ലൂർ, മണ്ണമ്പേട്ട, പൂക്കോട്, പെരുന്തടി ഇല്ലത്ത് നാരായണേട്ടൻ. നമസ്കാരം. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ കളഭപ്പൊടി. അപ്പോൾ എൻ്റെ ഷോപ്പിലേക്ക്, പഴമയുടെ ഷോപ്പിലേക്കും മറ്റും കളഭപ്പൊടി പാക്കറ്റായിട്ടും ടിന്നിലായിട്ടൊക്കെ തരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം തന്നെ പറയും. അദ്ദേഹത്തിന് കളഭപ്പൊടി കാണിച്ചു തരാം. ശ്രീശങ്കര എന്നുള്ള പേരിലാണ് കളഭപ്പൊടി ഉള്ളത്. നല്ല കളഭപ്പൊടിയാണ്, നല്ല മണമുണ്ട്, നല്ല ഡിമാൻഡും ഉണ്ട്. അത്യാവശ്യം എൻ്റെ 3 ഷോപ്പുകളിലും നന്നായിട്ട് സെയിലുള്ളതാണ്. പിന്നെ നാരായണേട്ടൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം ഒന്ന് പറയാൻ പറ്റുമോ? ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെക്നിക്കൽ ലൈനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം അങ്ങനെ 10-30 വർഷം വെളിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നാട്ടിലെത്തി. ഇപ്പോൾ ശാന്തി ഇതൊക്കെയായിട്ട് ചേരാമത്തെ അമ്പലത്തിൽ കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ ചന്ദനം പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവരാണ്. അപ്പം ഞാൻ എൻ്റെ മൈൻഡിലൊന്ന് ആലോചിച്ചു, നമുക്കന്ന് ടെക്നിക്കൽ ലൈനിൽ കുറച്ചൊരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷകളാണ്. അങ്ങനെ തുടങ്ങി. ഫസ്റ്റ് ചേരാമത്തെ അമ്പലത്തിലേക്ക് ഒരു മെഷീൻ ഉണ്ടാക്കി കൊടുത്തു. അത് മുഴുവനും അങ്ങനെ സക്സസ് ആയില്ല, നമുക്കൊരു തൃപ്തിയായില്ല. പിന്നെ എനിക്കൊരു ഇത് തോന്നിയിട്ട് ഞാൻ ഇത് കുറച്ച് പൈസയൊക്കെ മുടക്കി, കയ്യിൽ നിന്ന് മുടക്കി അതൊന്ന് സക്സസ് ആക്കി എടുക്കാനുള്ള ഒരു ഇതിൽ തന്നെ ഇറങ്ങി. ആ സംഗതി ഇല്ലത്തെ ഒരു വർക്ക്ഷോപ്പ് പോലെ തുടങ്ങിയിട്ട് പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് മെഷീൻ പാർമേക്കാവ് ദേശത്തിലേക്കാണ് കൊടുത്തത്. അപ്പോൾ ആ മെഷീൻ സക്സസ് ആയി. കാരണം അതിൽ പല ആദ്യം ഉണ്ടാക്കിയ മെഷീനേക്കാളും കുറച്ച് ഡെവലപ്മെൻറ്റ് ചെയ്യാറുണ്ട്. വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ മെഷീൻ വർക്ക് ചെയ്യില്ല. പിന്നെ ജർക്കിങ്, അത് ഫൗണ്ടേഷൻ മെയിൻ ആണ് ഇതിൻ്റെ മെയിൻ. പിന്നെ എന്ന് കഴിഞ്ഞാൽ അരവിൻ്റെ കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ കോയമ്പത്തൂരും അവിടെ ആലപ്പുഴ അവിടെയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്ന മെഷീനിൻ്റെ പൊക്കിളി മാറിയുള്ള കയ്യാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് സിംഗിളാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ രണ്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 HP ഹോഴ്സ് പവറുള്ള മോട്ടർ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 കിലോ 3 കിലോ അറിയണം എൻ്റെ കാൽക്കുലേഷനുണ്ട്. അങ്ങനെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി, അത് സക്സസ്സായി. അത് സക്സസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു മെയിൻ്റനൻസ് വരാൻ പാടില്ലായിരുന്നു മെഷീൻ. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗൺ പിന്നിൻ്റെ ബോക്സ് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഫുൾ സർവീസ് ചെയ്ത് ബയറിങ് അതൊക്കെ മാറ്റി ഡബിൾ പുള്ളി ഇട്ടിട്ട്, അപ്പം ലോഡ് കൂടുതൽ വയ്ക്കും ഡബിൾ പുള്ളി ആകുമ്പോൾ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഉദ്ദേശം ഒരു 10-20 മെഷീൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു കംപ്ലൈൻറ്റും ഒരു സ്ഥലത്തുനിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ക്. ഏതൊക്കെ അമ്പലങ്ങളിലൊക്കെയാണ്? നെല്ലിക്കാവ്, പിന്നെ ടിഡിയുടെ അമ്പലം, തിരുമല ദേവസ്വം കൊച്ചിൻ, പിന്നെ പാമ്പുമേക്കാട്ട് മല, അവിടേക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഇപ്പം അടുത്ത പ്രദേശങ്ങളിലാണ്. പിന്നെ ശങ്കരമംഗലം അമ്പലം ഈ അടുത്തിട്ടുള്ള. പിന്നെ ഈ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുള്ള മെഷീൻ ഹെവി മെഷീനാണ്. അത് ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നുണ്ട്. ആ മെഷീൻ എന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 5 കിലോ അറിയും. അത് 24 ഇഞ്ചിൻ്റെ മെഷീനാണ്. എൻ്റെ റണ്ണിങ് മെഷീൻ 20 ഇഞ്ചാണ്. അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ 2-3 മെഷീൻ്റെ ഓർഡറുകളുണ്ട്. പക്ഷേ ശാന്തി നിന്നാലും പണിയാൻ സമയം കിട്ടില്ല. കാരണം ശാന്തി കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്ഷീണാവും. ഞാൻ മൈമ്പിള്ളി ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അവിടെ രാവിലെ വെളുപ്പാനത്ത് 4:00 പോയി കഴിഞ്ഞാൽ 10 മണി 10:30-10:45 എത്തുമ്പോൾ അപ്പോഴേക്കും ക്ഷീണാവും. ഇപ്പൊ ഒരു മെഷീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ഇനിയിപ്പോൾ റോ മെറ്റീരിയൽ, സ്റ്റീലിൻ്റെ മെറ്റീരിയൽ കോയമ്പത്തൂരിൽ നിന്ന് എടുക്കണ്ടേ. അപ്പം മെറ്റീരിയൽ
ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ മെറ്റീരിയൽ വന്നിട്ട് വേണം ഞാൻ തന്നെ ലെയ്ത്തിൽ പോയി ചെയ്യാനേ പറ്റുള്ളൂ. കാരണം പുറത്ത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സമയം കൂടുതലെടുക്കും. ലേബർ ചാർജ് 2 മണിക്കൂർ ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക്, കേരളത്തിലെ ആൾക്കാർക്ക് സ്റ്റീലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊരു നാക്കുണ്ട്. ഞാൻ ലെയ്ത്ത് എല്ലാ മെഷീനിലും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പോൾ അവരൊരു 8 മണിക്കൂർ എടുക്കണമെങ്കിൽ ഞാൻ 2 മണിക്കൂറിൽ തീർക്കും. അപ്പം ഞാൻ മെഷീൻ വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഇപ്പോൾ ഒരു 30% വർക്കായിരുന്നു. അപ്പം അതിൻ്റെ സെറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇത്. ബയറിങ് ഈ വട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മോട്ടോർ സെറ്റ് ചെയ്തത്. അത് ഡ്രില്ലിംഗ് മെഷീനിൽ സെറ്റ് ചെയ്തു, ഇനി തിരിച്ച് സെറ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇപ്പോൾ ചന്ദന മെഷീൻ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരിക്കും? ഓ തീർച്ചയായിട്ടും. 10 കൊല്ലത്തെ ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ ഒരു കമ്പനിക്കാരും കൊടുക്കില്ല. 10 കൊല്ലത്തെ ഗ്യാരണ്ടി. അത് എൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അമ്പലങ്ങളിൽ ചോദിച്ചാൽ അവർ പറയും നോ കംപ്ലൈൻറ്റ്. അതിൽ ഞാൻ വിജയിച്ചു. പിന്നെ അരവും കിട്ടും. പക്ഷെ എൻ്റെ ആള് ഈ പാർട്ടിക്കാർ പറയുന്നത് തിരുമേനിയുടെ റേറ്റ് കൂടുതലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആരെ 10 കൊല്ലത്തെ ഗ്യാരണ്ടി തരാമെന്ന്. മെയിൻ്റനൻസ് വരില്ല നിങ്ങൾക്ക്. ഞാൻ എൻ്റെ ഇതായിട്ടുള്ള ഇതിൽ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു 10 കൊല്ലത്തെ. അപ്പോൾ ഈ റേറ്റ് കൂടുന്നുള്ള സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പണിക്കൂലി മാത്രമേ എനിക്ക് മുട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഈ കളഭത്തിൻ്റെ പൊടി മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് ഞാൻ പൊടി റോ മെറ്റീരിയൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ എസൻസിന് ചേർത്തിട്ട് ഞാൻ പാക്ക് ചെയ്ത് തരും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറാണ് എനിക്ക് ആവശ്യം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ നമ്പർ കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനും പറ്റും. പിന്നെ അദ്ദേഹം ഇവിടെ അരച്ച ചന്ദനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനും അദ്ദേഹത്തെ ബന്ധപ്പെടാം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി വരികയാണ്. എന്നാണ് ഡേറ്റ് വരുന്നത്? ജൂൺ 4-ാം തീയതി ഇവിടെ ഇല്ലത്ത് വെച്ച് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.